അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡ് ഉപ്മാവാണ് ഇന്നത്തെ റെസിപ്പി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 10 കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബ്രെഡിൻ്റെ ഓരോ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ നുറുക്കിയിടാം. പത്ത് കഷ്ണം ബ്രെഡും ഞാനിതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഉപ്മാവ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കൂടുതൽ കാഷ്യൂ ഇട്ടാൽ ഉപ്മാവ് കഴിക്കുമ്പോൾ കൂടുതൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും ഉപ്മാവിന്. തീ കുറച്ചിട്ട് ലോയിൽ വെച്ചിട്ട് കാഷ്യൂ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂ കരിഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്, കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഈ കാഷ്യൂവിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഇഞ്ചി ചേർക്കാം. കൂടിപ്പോവരുത്, ഒരു നുള്ളു മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർക്കാം. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കരുത്, ലോയിൽ തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് നുറുക്കി വെച്ച ബ്രെഡ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം കുടഞ്ഞു കൊടുക്കാം. ബ്രെഡ് ഒന്ന് സോഫ്റ്റായി വരണം. നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടഞ്ഞു കൊടുക്കാം. വെള്ളം കൂടിപ്പോയാൽ ബ്രെഡ് കുഴഞ്ഞു പോവും, അതൊന്ന് ശ്രദ്ധിക്കണം. എന്നാലും ബ്രെഡ് സോഫ്റ്റായി കിട്ടുകയും വേണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ മല്ലിയില വിതറി കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതിനു മുകളിൽ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് ഉപ്മാവ് റെഡിയായിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. കാഷ്യൂ സോഫ്റ്റായി വരുന്നതിന് മുന്നേ കഴിക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.